ഇന്ന് നല്ല പോത്തിറച്ചിയുടെ റിബ്സും പാൽക്കപ്പയുടെ കൂടെ സെർവ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നല്ല പോത്തിൻ്റെ റിബ്സ് നെഞ്ചടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 നല്ല വലിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പച്ച കുരുമുളക്, ഒരു 10 തണ്ട് പച്ച കുരുമുളക് അടർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നല്ലോണം സവാളയും ചുവന്നുള്ളിയും കറിവേപ്പിലയും വേണം. പിന്നെ അതിന് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാനിൽ നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് പെരുംജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. പിന്നെ അതിനകത്തോട്ട് നല്ല ചെറിയുള്ളി ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് സവോളയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് നല്ല കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും എല്ലാം അതിനകത്ത് കിട്ടിക്കോളും. അതിനെ നന്നായിട്ട് ഇളക്കി നല്ല ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഞാൻ വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ പച്ച കുരുമുളക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനെയും വഴറ്റി കഴിഞ്ഞിട്ട് മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ആ പൊടികളും ഇട്ടിട്ട് നമുക്ക് ആ പൊടികളെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ആ പോത്തിറച്ചി കഷ്ണങ്ങൾ അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. ഒരു സൈഡൊന്ന് ലൈറ്റ് ചൂട് കയറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു പ്രഷർ കുക്കറിലോട്ട് ആ പോത്തിറച്ചിയുടെ റിബ്സും അരപ്പും എല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ പ്രഷർ കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇത് സാധാരണ കുക്ക് ചെയ്യുന്നതിലും കുറച്ച് കൂടുതൽ സമയം എടുക്കും ഈ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ വലിയ പീസായതുകൊണ്ട്. അപ്പോൾ അരപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബീഫ് സ്റ്റോക്ക്, ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ബീഫ് സ്റ്റോക്കാണ്, അതും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വേണം അതിനെ വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരും. ഓരോ ഇറച്ചി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെന്നിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പൊക്കെ നല്ല പെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിൽ നമുക്കതിനെ കിട്ടും. ഇൻ കേസ് ഇനി ചാറ് കുറച്ച് നീണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. എന്നിട്ട് പാൽക്കപ്പയുടെ കൂടെ ഒന്ന് സെർവ് ചെയ്ത് കഴിച്ച് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല തിക്ക് ഗ്രേവി, നല്ല സ്വാദോട് കൂടിയ ഒരു പോത്തിറച്ചി റിബ്സ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്തേക്കണം. എല്ലാവരും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.